गुरुर्ब्रह्मा गुरुर्विष्णु गुरुर्देवो महेश्वरा गुरुर्साक्षात् परब्रह्मं तस्मै ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. 2025 ഡിസംബർ 7 മുതൽ 13 വരെ, അതായത് മലയാള വർഷം 1201 ആണ്ട്, വൃശ്ചികം 21 മുതൽ 27 വരെയുള്ള വാരഫലമാണ് പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂറിൻ്റെ ഫലങ്ങളാണ്. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിലുള്ളത്. ഇവർക്ക് സഹോദരസ്ഥാനത്ത് വ്യാഴവും അഷ്ടമത്തിൽ ബുധനും രവിയും ശുക്രനും ഭാഗ്യസ്ഥാനത്ത് കുജനും വ്യയസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അകാരണമായ കലഹവും അധികാരികളിൽ നിന്നും ദുരനുഭവങ്ങൾക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വസ്ത്രലാഭം, ഭയം, ദുഃഖം, രോഗശമനം എന്നിവയുണ്ടാകും. ധനനഷ്ടത്തിന് സാധ്യത കാണുന്നു. സന്താന ഗുണവും കാര്യവിജയവും ഉണ്ടാകും. ഇഷ്ടജനങ്ങളുടെ വേർപാട് ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ സൗഖ്യം വർദ്ധിക്കും. ശത്രുശല്യവും ബന്ധുജനങ്ങൾക്ക് ആപത്തും ഉണ്ടാകാനിടയുണ്ട്. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ഇടവക്കൂറിൻ്റെ ഫലങ്ങളാണ്. കാർത്തിക മുക്കാൽ, രോഹിണി, മകീരത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നിവയാണ് ഇടവക്കൂറിലുള്ളത്. ഇവർക്ക് ധനസ്ഥാനത്ത് വ്യാഴവും കളത്രസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും അഷ്ടമത്തിൽ കുജനും ലാഭസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. സ്ത്രീ സംഘവും ധനവർദ്ധനവും ഉണ്ടാകും. സ്ത്രീകൾ നിമിത്തം ഉപദ്രവങ്ങൾക്ക് സാധ്യത. കുടുംബസുഖം പ്രതീക്ഷിക്കാം. വാക്കുപാലിക്കാൻ സാധിക്കും. സ്വജനവിരോധവും മനോദുഃഖവും ഉണ്ടാകാനിടയുണ്ട്. വ്രണാദി രോഗങ്ങൾക്കും അപമാനത്തിനും സാധ്യത. അപകടങ്ങളെ കരുതിയിരിക്കുക. കാര്യവിജയം, അനാരോഗ്യം, ദുഃഖം, ഭയം എന്നിവ അനുഭവത്തിൽ വന്നു ചേരാനിടയുണ്ട്. ഉദരരോഗങ്ങൾക്ക് സാധ്യത കാണുന്നു. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശ്രീകൃഷ്ണപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മിഥുനക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകീരം അവസാനത്തെ പകുതി, തിരുവാതിര, പുണർത്തം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മിഥുനക്കൂറിലുള്ളത്. ഇവർക്ക് ജന്മത്തിൽ വ്യാഴവും ശത്രുസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും കളത്രസ്ഥാനത്ത് കുജനും കർമ്മസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ശത്രുനാശവും ആഗ്രഹസാഫല്യവും ഉണ്ടാകും. മൃഷ്ടാനലാഭം, കർമ്മതടസ്സം, വസ്ത്രലാഭം, ഭയം എന്നിവ ഉണ്ടാകാനിടയുണ്ട്. ദാമ്പത്യ കലഹത്തിനോ ഭാര്യയ്ക്ക് അസുഖങ്ങൾ വരാനോ സാധ്യതയുണ്ട്. സ്ഥാനപ്രാപ്തിയും ശത്രുക്കളുമായി രമ്യതയും ഉണ്ടാകും. ദൂരദേശയാത്ര വേണ്ടി വന്നേക്കാം. രോഗാരിഷ്ടതകളും മനോവിഷമങ്ങളും ഉണ്ടാകാനിടയുണ്ട്. കർമ്മഗുണം കുറയും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കർക്കിടകക്കൂറിൻ്റെ ഫലങ്ങളാണ്. പുണർദം അവസാന പാദം, പൂയം, ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് കർക്കിടകക്കൂറിലുള്ളത്. ഇവർക്ക് വ്യയസ്ഥാനത്ത് വ്യാഴവും പുത്രസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും ശത്രുസ്ഥാനത്ത് കുജനും ഭാഗ്യസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ധർമ്മപ്രവൃത്തികൾക്ക് തടസ്സവും സ്വാതന്ത്ര്യക്കുറവും അനുഭവപ്പെടും. സന്താന ഗുണവും ഗുരുജനപ്രാപ്തിയും ഉണ്ടാകും. യാത്രാക്ലേശവും തൊഴിൽ തടസ്സവും പ്രതീക്ഷിക്കാം. കുടുംബത്തിൽ അസ്വസ്ഥതകൾ നിലനിൽക്കും. ശത്രുക്കളുമായുള്ള പിണക്കത്തിന് നിവൃത്തിയുണ്ടാകും. മാനസിക അസ്വാസ്ഥ്യം, കാര്യവിജയം, ശയനസുഖം, മാനക്ഷയം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. ആരോഗ്യനില തൃപ്തികരമായിരിക്കുകയില്ല. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, മഹാവിഷ്ണു പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ചിങ്ങക്കൂറിൻ്റെ ഫലങ്ങളാണ്. മകം, പൂരം, ഉത്രം ആദ്യപാദം എന്നീ നക്ഷത്രങ്ങളാണ് ചിങ്ങക്കൂറിലുള്ളത്. ഇവർക്ക് ലാഭസ്ഥാനത്ത് വ്യാഴവും സുഖസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും പുത്രസ്ഥാനത്ത് കുജനും അഷ്ടമത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കാര്യതടസ്സവും മനോവിഷമവും ഉണ്ടാകും. ഭാഗ്യസിദ്ധി, ധനനഷ്ടം, സന്തോഷം, ദുഷ്ചെലവ് എന്നിവ ഉണ്ടായേക്കാം. ശത്രുഭയം ഉണ്ടാകും. ഉദരരോഗങ്ങൾക്കോ അർശസ് മുതലായ രോഗങ്ങൾക്കോ സാധ്യത കാണുന്നു. അനുഭവ ഗുണം വർദ്ധിക്കും. വസ്ത്രാഭരണ ലാഭം ഉണ്ടാകും. വാഹന ശയനസുഖം അനുഭവത്തിൽ വരും. പുത്രന്മാർക്കും ബന്ധുക്കൾക്കും കഷ്ടതകളുണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളി പ്രീതി എന്നിവ വരുത്തുക. അടുത്തത് കന്നിക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് കന്നിക്കൂറിലുള്ളത്. ഇവർക്ക് കർമ്മസ്ഥാനത്ത് വ്യാഴവും സഹോദരസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും സുഖസ്ഥാനത്ത് കുജനും കളത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അന്യദേശ യാത്രയും അലച്ചിലും വേണ്ടി വന്നേക്കാം. ഐശ്വര്യവും ആജ്ഞാശക്തിയും വർദ്ധിക്കും. സ്ഥാനഭ്രംശത്തിന് സാധ്യത കാണുന്നു. ശത്രുഭയം ഉണ്ടാകും. ബന്ധുക്കളെ കൊണ്ട് ദുഃഖത്തിനിടയാകും. സർക്കാർ ഗുണാനുഭവങ്ങൾ, സന്തോഷം, അമിതമായ ചെലവ്, അപ്രതീക്ഷിത ഭാഗ്യം എന്നിവ ഉണ്ടായേക്കാം. ആരോഗ്യപുഷ്ടിയും സമ്മാനലാഭവും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണു പ്രീതി, ഭദ്രകാളി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക.
അടുത്തത് തുലാക്കൂറിൻ്റെ ഫലങ്ങളാണ്. ചിത്തിരയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് തുലാക്കൂറിലുള്ളത്. ഇവർക്ക് ഭാഗ്യസ്ഥാനത്ത് വ്യാഴവും ധനസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും സഹോദരസ്ഥാനത്ത് കുജനും ശത്രുസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. നയനരോഗങ്ങൾക്ക് സാധ്യത. എല്ലാ വിധത്തിലുമുള്ള ക്രയവിക്രയങ്ങളിലും ചതിവ് പറ്റാതെ ശ്രദ്ധിക്കുക. ഭയം, തൊഴിൽ പുരോഗതി, സന്തോഷം, കാര്യതടസ്സം എന്നിവ പ്രതീക്ഷിക്കാം. ധനവരവും സന്തോഷവും ഉണ്ടാകും. സംസാരം കൊണ്ട് ഗുണാനുഭവങ്ങൾക്ക് സാധ്യത. സർവ്വ സൗഭാഗ്യസിദ്ധിയും ഐശ്വര്യവും ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. ശത്രുനാശവും രോഗശാന്തിയും ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ദേവീപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് വൃശ്ചികക്കൂറിൻ്റെ ഫലങ്ങളാണ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് വൃശ്ചികക്കൂറിലുള്ളത്. ഇവർക്ക് അഷ്ടമത്തിൽ വ്യാഴവും ജന്മത്തിൽ ബുധനും രവിയും ശുക്രനും ധനസ്ഥാനത്ത് കുജനും പുത്രസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. ദ്രവ്യത്തിന് നാശമുണ്ടാകാനിടയുണ്ട്. ശയനസുഖവും കളത്രസൗഖ്യവും പ്രതീക്ഷിക്കാം. കഷ്ടതകളും യാത്രാക്ലേശവും ഉണ്ടായേക്കാം. ബന്ധുഗുണം കുറയും. ഭാഗ്യക്കുറവ് അനുഭവപ്പെടും. അഗ്നി, ആയുധം, വാഹനം എന്നിവ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അനാരോഗ്യം, ഭയം, സർക്കാർ ഗുണാനുഭവങ്ങൾ എന്നിവയ്ക്കും സാധ്യത കാണുന്നു. ദേഹപീഡ, കോപവർദ്ധനവ് എന്നിവ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് ധനുക്കൂറിൻ്റെ ഫലങ്ങളാണ്. മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദം എന്നിവയാണ് ധനുക്കൂറിലുള്ളത്. ഇവർക്ക് കളത്രസ്ഥാനത്ത് വ്യാഴവും വ്യയസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും ജന്മത്തിൽ കുജനും സുഖസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. അനാരോഗ്യവും ബന്ധുക്കളുമായി വിരോധവും ഉണ്ടാകും. സന്മാനലാഭം, അഗ്നിഭയം, ശത്രുദോഷം, ബന്ധനം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. കാര്യതടസ്സവും ഉഷ്ണരോഗവും പ്രതീക്ഷിക്കാം. പാപപ്രവൃത്തികൾ താൽപ്പര്യം വർദ്ധിക്കും. വിദ്യാഗുണം കുറയും. കളത്രസൗഖ്യവും സന്താനഗുണവും ഉണ്ടാകും. വിവിധ മാർഗങ്ങളിലൂടെയുള്ള ധനലാഭം ഉണ്ടാകാനിടയുണ്ട്. മനോദുഃഖവും കലഹപ്രവണതയും ഉണ്ടാകാം. ദോഷപരിഹാരാർത്ഥം ശിവപ്രീതി, ശാസ്താപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മകരക്കൂറിൻ്റെ ഫലങ്ങളാണ്. ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യത്തെ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് മകരക്കൂറിലുള്ളത്. ഇവർക്ക് ശത്രുസ്ഥാനത്ത് വ്യാഴവും ലാഭസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും വ്യയസ്ഥാനത്ത് കുജനും സഹോദരസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കീഴുദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കും. ധനപരമായി മെച്ചമായിരിക്കും. സുഗന്ധദ്രവ്യ ലാഭവും മനസ്സന്തോഷവും ഉണ്ടാകും. ശത്രുശല്യം വർദ്ധിക്കും. ആരോഗ്യം ശ്രദ്ധിക്കണം. കുടുംബസൗഖ്യവും വിദ്യാലാഭവും ഉണ്ടാകും. ഉഷ്ണരോഗങ്ങൾക്ക് സാധ്യത. മൃഷ്ടാന്നലാഭം, ശയനസുഖം, അപകടഭീതി, ബന്ധനം എന്നിവയ്ക്ക് സാധ്യത കാണുന്നു. അനുകൂലമായ സ്ഥാനമാനങ്ങൾ ലഭിച്ചേക്കാം. കർമ്മപുഷ്ടി ഉണ്ടാകും. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക. അടുത്ത കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അവിട്ടം അവസാനത്തെ പകുതി, ചതയം, പൂരുട്ടാതി, മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് കുംഭക്കൂറിലുള്ളത്. ഇവർക്ക് പുത്രസ്ഥാനത്ത് വ്യാഴവും കർമ്മസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും ലാഭസ്ഥാനത്ത് കുജനും ധനസ്ഥാനത്ത് ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. കർമ്മപുരോഗതി ഉണ്ടാകും. അനുഭവ ഗുണം വർദ്ധിക്കും. സഞ്ചാര തടസ്സം, രോഗശമനം, മൃഷ്ടാന്നലാഭം, അഗ്നിഭയം എന്നിവയ്ക്ക് സാധ്യതയുണ്ട്. ഭൂമിലാഭവും സ്ഥാനപ്രാപ്തിയും ഉണ്ടാകാനിടയുണ്ട്. ശത്രുനാശവും കളത്രസൗഖ്യവും ഉണ്ടാകും. സന്താന ഗുണവും സർക്കാർ ആനുകൂല്യങ്ങളും ഉണ്ടാകാനിടയുണ്ട്. കലഹങ്ങൾക്കും അപമാനത്തിനും സാധ്യത കാണുന്നു. ശക്തിക്കുറവിനും നയനരോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ദോഷപരിഹാരാർത്ഥം ഗണപതി പ്രീതി, ശാസ്താപ്രീതി എന്നിവ വരുത്തുക. അടുത്തത് മീനക്കൂറിൻ്റെ ഫലങ്ങളാണ്. പൂരുട്ടാതി അവസാന പാദം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങളാണ് മീനക്കൂറിലുള്ളത്. ഇവർക്ക് സുഖസ്ഥാനത്ത് വ്യാഴവും ഭാഗ്യസ്ഥാനത്ത് ബുധനും രവിയും ശുക്രനും കർമ്മസ്ഥാനത്ത് കുജനും ജന്മത്തിൽ ശനിയും സഞ്ചരിക്കുന്ന സമയമാണ്. രോഗങ്ങളും ധനനാശവും ഉണ്ടാകാനിടയുണ്ട്. ധർമ്മപ്രവൃത്തികളിൽ താൽപ്പര്യമുണ്ടാകും. കളത്രസൗഖ്യം വർദ്ധിക്കും. ബന്ധുക്കളിൽ നിന്ന് ദുരനുഭവങ്ങൾക്ക് സാധ്യത. കാര്യവിഘ്നം, ഭാഗ്യതടസ്സം എന്നിവയ്ക്ക് സാധ്യത കാണുന്നുണ്ട്. കർമ്മതടസ്സം ഉണ്ടാകും. ഭയം, ദുഃഖം, ശത്രുനാശം, മൃഷ്ടാന്നലാഭം എന്നിവ ഉണ്ടായേക്കാം. പിതാവിന് അരിഷ്ടതകൾക്ക് സാധ്യത. ദോഷപരിഹാരാർത്ഥം മഹാവിഷ്ണുപ്രീതി, ശാസ്താപ്രീതി, ശിവപ്രീതി, ഭദ്രകാളിപ്രീതി എന്നിവ വരുത്തുക.